ചേച്ചി. നീ ഇപ്പോ UK എത്തി? അതൊന്നും പറയണ്ട, ഇന്നലെ ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു, അതാ മോന്റെ ബർത്ത്ഡേക്ക് വരാൻ പറ്റായിരുന്നേ. അന്ന് സാരമില്ല, നീ കേറി വാ. പറഞ്ഞ പോലെ ഇത്തവണയായിട്ട് ലീവ് കിട്ടിയില്ലേ? അതിപ്രാവശ്യം കിട്ടിയില്ലെന്നേ. അതൊക്കെ പോട്ടെ, നിന്റെ സൈക്കോളജി പഠനം എങ്ങനെ പോകുന്നു? അതൊക്കെ നന്നായിട്ട് പോകുന്നു. പറഞ്ഞ പോലെ നമ്മുടെ ബർത്ത്ഡേ ബോയ് എന്തി, അവന് ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതെന്താ, ഞാൻ പോയി നോക്കണോ? വേണ്ടത് മോനാ, ഇത് സ്ഥിരം ഉള്ളതാ. അവന്റെ അച്ഛന്റെ സ്വഭാവമാണെന്ന് തോന്നുന്നു. വാശി, ഭയങ്കര ദേഷ്യം, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല, ഹൈപ്പർ ആയിട്ടാ ബിഹേവ് ചെയ്യുന്നത്. 3 വയസ്സായി, ഇതുവരെ അവൻ സംസാരിച്ചിട്ട് കൂടിയില്ല. അല്ല, എന്നിട്ട് ഹോസ്പിറ്റലൊന്നും കൊണ്ട് കാണിച്ചില്ലേ? അവനതിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഇതൊക്കെ ഈ പ്രായത്തിൽ നോർമൽ അല്ലേ? അല്ല, ഞാൻ പറയുന്നോണ്ട് നിനക്കൊന്നും തോന്നരുത്. ഈ പറഞ്ഞതെല്ലാം ഓട്ടിസത്തിന്റെ ഫീച്ചേഴ്സാണ്. വാട്ട് ഇഫ് ഹീസ് ഓട്ടിസ്റ്റിക്? ആദ്യം ഞാൻ ഓട്ടിസത്തെക്കുറിച്ച് പറഞ്ഞു തരാം. ഓട്ടിസം ഒരു ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡറാണ്. അവെയർനെസ്, ആക്സെപ്റ്റൻസ്, ഏർലി ഇൻ്റർവെൻഷൻ, പ്രോപ്പറായിട്ടുള്ള തെറപ്പി, ഫാമിലിയുടെ സപ്പോർട്ട് എന്നിവയാൽ ഓട്ടിസം ഉള്ള കുട്ടികളുടെ ലൈഫിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഓട്ടിസം തിരിച്ചറിയുന്നതിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പ്രായത്തിനനുസരിച്ചുള്ള സ്പീച്ചും കമ്മ്യൂണിക്കേഷൻസും ഇല്ലാതിരിക്കുക, അമിതമായ ദേഷ്യവും വാശിയും കാണിക്കുക, ഹൈപ്പർ ആക്ടിവിറ്റി, പേര് വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, ബിഹേവിയറൽ ഇഷ്യൂസ് എന്നിവയാണ്. ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് ഏജ് ഒരു വലിയ ഘടകമാണ്. നേരത്തെ തിരിച്ചറിഞ്ഞ് വേണ്ട തെറപ്പികൾ കൃത്യമായി നൽകിയാൽ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കുറയ്ക്കുവാനും ക്വാളിറ്റിയുള്ള ഒരു ലൈഫ് നൽകുവാനും സാധിക്കും. ലൈഫ് സെൻറ്റർ ഫോർ ഓട്ടിസം ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൽ ഓരോ കുട്ടിയുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അസസ്മെൻ്റ് എടുത്തിട്ട് കുട്ടിയുടെ ബുദ്ധിമുട്ടുകൾക്കനുസരിച്ചുള്ള തെറപ്പികളാണ് നൽകുക. സ്പീച്ച് തെറപ്പി, ഒക്യുപ്പേഷൻ തെറപ്പി, ബിഹേവിയറൽ തെറപ്പി, ഫിസിയോതെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഗ്രൂപ്പ് തെറപ്പി എന്നിവയാണ് നൽകുന്നത്. രക്ഷകർത്താക്കളെ തെറപ്പി സെഷനുകളിൽ കൂട്ടത്തിലിരുത്തി കുട്ടിയെ എന്താണ് ചെയ്യുന്നതെന്ന് കാണിച്ചു മനസ്സിലാക്കി എങ്ങനെ കുട്ടിയെ വീട്ടിലും മാനേജ് ചെയ്യാം എന്നുള്ള ടിപ്സ് കൂടി നൽകിയാണ് ഓരോ സെഷൻസും പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുട്ടിക്ക് സെൻറ്ററിൽ കൊടുക്കുന്ന സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ട്രെയിനിങ്ങിൻ്റെ പ്രയോജനം പൂർണ്ണമായും കിട്ടണമെങ്കിൽ രക്ഷകർത്താക്കൾ ഹോം ട്രെയിനിങ് നൽകണം. പുറത്തു കൊണ്ടുപോയി ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യിക്കണം. എന്നാൽ മാത്രമേ കുട്ടിക്ക് ആ കോൺസെപ്റ്റ് പൂർണ്ണമായും മനസ്സിലാകൂ. ലൈഫിൻ്റെ തന്നെ ഇനിഷ്യേറ്റീവായ ഇവോൾവ് ഫിനിഷിംഗ് സെൻറ്റർ ഫോർ ഓട്ടിസം ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൽ സ്കൂളിൽ പോകാൻ തയ്യാറെടുക്കുന്ന ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ കുട്ടികൾക്ക് സ്കൂളിൻ്റെ ടൈം, കോൺസെപ്റ്റ്സ്, മറ്റു കുട്ടികളുമായി എങ്ങനെ പെരുമാറണം, ഇടപഴകണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സ്കൂളിൽ പോകാൻ സാധിക്കാത്ത കുട്ടികൾക്കും കുട്ടികളെ വീട്ടിൽ മാനേജ് ചെയ്യാൻ പറ്റാത്തവർക്കും പ്രാഥമിക ആവശ്യങ്ങൾ പോലും ചെയ്യാത്ത 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും വേണ്ടിയുള്ള ട്രെയിനിങ്ങും ഇവോൾവിൽ നൽകുന്നുണ്ട്. ഫീഡിങ്, ടോയ്ലറ്റ് ട്രെയിനിങ്, ബ്രഷിംഗ്, ഡ്രസ്സിംഗ്, കോംബിംഗ് തുടങ്ങിയ ഡെയിലി ലിവിങ് നീഡ്സും, ആർട്ട്, ക്രാഫ്റ്റ്, യോഗ, മ്യൂസിക്, ഗ്രൂപ്പ് തെറപ്പി, സോഷ്യൽ സ്കിൽസ്, കോ-കരിക്കുലർ ട്രെയിനിങ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, സ്മാർട്ട് ക്ലാസ്, കമ്പ്യൂട്ടർ എന്നിവയും രാവിലെ 9:15 മുതൽ വൈകിട്ട് 4:15 വരെ ട്രെയിൻ ചെയ്യുന്ന ഒരു യുണീക്ക് സെൻ്ററാണ് ഇവോൾവ്. ഈ ഒരു പ്രായത്തിലെങ്കിലും തിരിച്ചറിയാൻ സാധിച്ചത് വലിയ കാര്യമാണ്. മൈ സൺ ഈസ് ഓൾസോ ഓട്ടിസ്റ്റിക്. എൻ്റെ മോന് 3 വയസ്സായപ്പോൾ ഓട്ടിസം ഐഡൻറ്റിഫൈ ചെയ്തെങ്കിലും പ്രോപ്പർ തെറപ്പിയും ഗൈഡൻസും കൊണ്ടുപോയ ഒരു സെൻറ്ററിൽ നിന്ന് ലഭിച്ചില്ല. ഞങ്ങൾ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്ത് പ്രോപ്പർ തെറപ്പി മോന് കിട്ടിത്തുടങ്ങിയപ്പോഴേക്കും അവന് 7 വയസ്സ് കഴിഞ്ഞിരുന്നു. എൻ്റെ കുട്ടിക്ക് സംഭവിച്ച ഒരവസ്ഥ ഇനി ആർക്കും ഉണ്ടാകരുതെന്നതാണ് ലൈഫിൻ്റെ ലക്ഷ്യം. യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ്.